ഇന്ന് ഞാൻ ചെറിയ ഷോപ്പിംഗ് ആയിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് 1, 2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എമ്മി ബേബിനെ ഡേ കെയറിലാക്കിയ പിന്നെ ഓനിടാനായിട്ട് ദിവസം ഓരോ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഓൻ്റെ ഡ്രസ്സ് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഓനുള്ള ഡ്രസ്സിനൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ വീട്ടിലാകുമ്പം ടീഷർട്ട് ഇട്ട് കൊടുക്കും, അതിൻ്റെ നിക്കർ ഇട്ട് കൊടുക്കൂല. അങ്ങനെ ടീഷർട്ട് മൊത്തം കേടായിട്ടുണ്ട്. നിക്കറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇപ്പം സ്ഥിരമായിട്ട് പോണ കാരണം ഞാൻ 1, 2 പെയർ എക്സ്ട്രാ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഞാനിവിടെ പോണ്ടിച്ചേരി തന്നെയുള്ള ഈസി ബൈയിലാണ് വന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആണ്, നല്ല ക്ലോത്തുമാണ്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഫ്രീ ആയിട്ട് ഇടാമല്ലോ. ഞാൻ സ്ലീവ്ലെസ് തന്നെ നോക്കി എടുക്കേനി, ഇവിടെ ചൂടൊക്കെ അല്ലേ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഡ്രസ്സ് നോക്കി എടുക്കേനി. ഞാൻ അങ്ങനെ പാൻസ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. 1, 2 പാൻസൊക്കെ ഉള്ളൂ, അതങ്ങനെ ഇട്ട് കൊടുക്കില്ല ചൂടായ കാരണം. ഇവിടെ ആദ്യമൊക്കെ പാൻസും അതേപോലെ നിക്കറും ഒക്കെ ടീഷർട്ടായിട്ട് പെയർ ചെയ്ത് കണ്ടായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നിന് 99 വെച്ചിട്ട്, പിന്നെ 137 ഒക്കെ ടീഷർട്ടിനാവുന്നുണ്ട്. എന്നാലും ഇതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ വരുമ്പം ഒരു 169 രണ്ടും കൂടെ കിട്ടുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓരോന്ന് എടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ എടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബ്ലൂ ആണെങ്കിൽ ഓനെപ്പോഴും ഞാൻ ഏതെടുത്താലും ബ്ലൂ തന്നെ കറങ്ങി തിരിഞ്ഞ് എത്തുകയും ചെയ്യും. ബോയ്സിൻ്റെ ഡ്രസ്സിൽ മിക്കവാറും ബ്ലൂ ആണ് ഭംഗിയില്ല വരിക, ഗേൾസിൻ്റെ ആകുമ്പോൾ പിങ്കും ആയിരിക്കും വരിക. ഇവരാണെങ്കിൽ ബ്ലൂ ഒരുപാട് ഡ്രസ്സുണ്ട്, അതുകൊണ്ട് ബ്ലൂ വരാത്ത രീതിയിൽ ഞാനിങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഗേൾസിൻ്റെ ആണോ ബോയ്സിൻ്റെ ആണോ ഒന്നും കൂടെ അല്ല, ഗേൾസിൻ്റെ പാൻസൊക്കെ എടുത്ത് തൂക്കി കാണിച്ച് തരുന്നുണ്ട്. അതിന്മേൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും കേട്ടോ, ഗേളാണോ ബോയ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവാനും പറ്റും. പിന്നെ ചിലതൊന്നും കുട്ടികളാവുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇതിങ്ങനെ പെയറാക്കി വെക്കാത്ത കാരണം സെറ്റാക്കി നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടു. ഞങ്ങൾക്ക് 3 പേരെ ഞങ്ങൾ പോയിരുന്നു, അതിൽ 2 പേര് മെനക്കെട്ട് തപ്പിയായിരുന്നു. ഞങ്ങൾക്ക് കളറിങ്ങനെ മാച്ചായി തോന്നില്ല. ഉള്ളതിൽ മാച്ചാവുന്ന ഓൾമോസ്റ്റ് മാച്ചാവുന്ന കളറൊക്കെ തന്നെയാണ് ഞങ്ങൾ നോക്കിയെടുത്തത്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, കുട്ടികളതും അതെ വലിയതും അതെ, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിങ്ങനെ പെയറാക്കി കിട്ടലായിരുന്നു വലിയ കാര്യം. എന്തായാലും ഞാൻ അധികമൊന്നും തപ്പാൻ നിന്നിട്ടില്ല. ഒരു 3 കൂട്ടം ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി ഉള്ളതൊക്കെ തന്നെ മാറ്റി മറിച്ചിട്ട് പോകുമ്പോഴേക്ക് ശരിയാവുമല്ലോ. പിന്നെ ഇതിവൻ എത്ര കാലം പോകുമെന്ന് ഉറപ്പില്ലാതെ ഡ്രസ്സൊക്കെ വാങ്ങി കൂട്ടിയിട്ടും കാര്യമല്ലല്ലോ, ആദ്യമായിട്ട് കൊണ്ടാക്കുകയല്ലേ. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്താൽ ഓർമ്മ വന്ന് ബാഗ് എടുത്തിട്ടുണ്ടായില്ലാന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് ബാഗൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേ പ്ലാൻ ചെയ്ത് പോയതാണ്. വേറെ വഴിക്കൊന്നും കണ്ണ് തെറ്റൂല. എന്നാലും വേറെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് 1, 2 എണ്ണമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. പൈസ ഇത് 499 തന്നെ. പൈസക്കുള്ളതൊക്കെ ഉണ്ട്, എന്നാലും വെറുതെ വാങ്ങി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ. വെച്ചിങ്ങനെ നോക്കിയെന്നല്ലാതെ ഒന്നും വാങ്ങിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. ടീഷർട്ടായാലും കുർത്തയായാലും പിന്നെ ലോങ് ഡ്രസ്സസ് ആയാലും ഒക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ ചിലതൊന്നും നമ്മൾ ട്രെൻഡായിട്ട് തോന്നില്ല. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒക്കെ വിൻ്റർ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ്. ഇവിടെ വിൻ്ററൊന്നുമില്ല പൊതുവെ, ബാക്കിയുള്ളിടത്തൊക്കെ വിൻ്റർ ഉണ്ടെങ്കിലും ഇവിടെ വിൻ്ററൊന്നും ഇല്ലാഞ്ഞിട്ട് അങ്ങാതിരി ടീഷർട്ടൊക്കെ വാങ്ങി വെച്ച് പിന്നെ ചൂടെടുക്കണ്ടല്ലോ. പിന്നെ നൈറ്റ് ഡ്രസ്സിൻ്റെ ഇതിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കിട്ടോ. നൈറ്റ് ഡ്രസ്സ് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്, പക്ഷേ ഞാൻ എടുത്തൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്. ഞാൻ എപ്പോഴും നൈറ്റ് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കാറുണ്ട്. എല്ലാം ഒന്ന് നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് കൂടെ വേറെ ഓൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ തിരയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഗ്യാപ്പിൽ നടന്നൊന്ന് വിൻഡോ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നത്. എല്ലാം ഒന്ന് കയറി നോക്കി. ഇങ്ങനത്തെ ടീഷർട്ട് ഞാൻ എപ്പോഴും തപ്പലുണ്ടായിരുന്നു. ഒരു 2 മാസം മുന്നേ ഞാനിങ്ങനെ ടീഷർട്ട് തപ്പിയതാണ്. ഫുൾ സ്ലീവിൽ എന്നാൽ ഇന്നറാക്കി ഇടാനും പറ്റുന്ന ടൈപ്പ്. പക്ഷെ അപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പം ഉണ്ട്. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും ഉണ്ടാവില്ലല്ലോ. ഇനി പിന്നെ എപ്പോഴേലും വാങ്ങാമെന്ന് വിചാരിച്ച് ഓള് ഡ്രസ്സ് തരിയുന്ന നേരം കൊണ്ട് ഞാനൊന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് നോക്കി പോന്നു. ഇവിടെ ഇന്നേഴ്സും നല്ലതാണ് കേട്ടോ. ഡ്രസ്സൊന്നും എടുക്കണില്ല എന്ന് ആദ്യം ഡിസൈഡ് ചെയ്തുകൊണ്ട് പിന്നെ എല്ലാം നോക്കി നോക്കി ഇരിക്കുകയാണ്. പിന്നെ നോക്ക് വേണ്ടതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാനൊക്കെ ഒന്ന് കൂടി കൊടുത്തെന്നല്ലാതെ ഞാനായിട്ട് എനിക്ക് വേണ്ടി ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഓക്കാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടൊന്നും ശരിയാവുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 1, 2 ടോപ്പൊക്കെ നോക്കി, എല്ലാം കൊള്ളാമെന്ന് തന്നെ. ഓളും അങ്ങനെ ഒന്നും എടുത്തൊന്നുമില്ല, ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. പിന്നെ ഞങ്ങൾ മേളിലാണ് ബില്ലടിക്കുന്നത്. ബില്ലടിക്കാൻ വന്നപ്പോഴാണ് അവിടെ വേറെ ഒരു ലോകം തന്നെ ഉള്ളത്. എല്ലാം ഒന്ന് നോക്കി. പിന്നെ കുറച്ച് ബാഗുകളുണ്ട്. ബാഗൊക്കെ നല്ല ഭംഗിയാട്ടോ അവിടെ ഉള്ളത്. എല്ലാം നല്ല കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് തോന്നിയത്. നല്ല വലിയ ബാഗാണ്. എനിക്കാണെങ്കിൽ വലിയ ബാഗ് എപ്പോഴും ഒരു വീക്ക്നെസ്. എന്നാൽ പിന്നെ എല്ലാം പെറുക്കിയിട്ട് പോകാമല്ലോ. കണ്ടപ്പോൾ ഒക്കെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിന് മനസ്സിന്. പിന്നെ ഇപ്പം ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത് ഒരു വലിയ ബാഗ് തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പം വെറുതെ വാങ്ങി കൂട്ടണ്ടെന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ച് വെച്ച്. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യുക, വാങ്ങിക്കോ വാങ്ങിക്കോ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓനത് പറഞ്ഞാൽ മതിയല്ലോ.
ഞാൻ വാങ്ങിയൊന്നുമില്ല. എന്നാലും ഞങ്ങൾ മൂന്നുപേരും കൂടെ പിന്നെ ബില്ല് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നടന്നു. ബില്ല് ചെയ്യാൻ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കി. നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്ര പ്രൈസി അല്ല ജെൻസിൻ്റെത്. 349 റുപ്യൊക്കെ സാധാരണ ബ്രാൻഡഡ് ഒക്കെ ആകുമ്പോൾ നല്ല പ്രൈസാണ്. ഇതങ്ങനെ ബ്രാൻഡഡ് ഒന്നല്ല, എന്നാലും കാണാൻ ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ബോയ്സിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് വല്ലാതെ അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ ആക്സസറീസൊക്കെ ഉണ്ട്. ബില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയെന്ന്. പിന്നെ ക്യൂ ഒക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ കയറി നിന്ന് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ബില്ല് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്ന് അവരിങ്ങനെ പെറുക്കിയെടുത്ത് ബില്ല് ചെയ്യാൻ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം എല്ലായിടത്തുള്ള പ്രശ്നമല്ല, നമ്പർ മാത്രം കൊടുക്കുക, ബില്ല് വരില്ല. പിന്നെ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ പിന്നെ അത് അതിൻ്റെ പേരിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കേണ്ടി വരും. പിന്നെ ഇത് റിട്ടേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങി.